ലോകത്ത് എവിടെ പോയാലും കാണാൻ സാധിക്കുന്ന ഒരു ബ്രാൻഡാണ് കൊക്കക്കോള. അവർ എന്ത് സ്ട്രാറ്റജിയാണ് അതിനെ യൂസ് ചെയ്തത്? ലോക്കലായിട്ടുള്ള എല്ലാ മാർക്കറ്റിനകത്തും ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഓൺബോർഡ് ചെയ്തു. ആ പ്രൊഡക്റ്റിനെ വേൾഡിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രൊഡക്റ്റിനെ അവൈലബിൾ ആക്കി. സോ കൊക്കക്കോള ഇംപ്ലിമെന്റ് ഇന്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അവരുടെ പ്രൊഡക്റ്റ് എല്ലാം വേൾഡിൽ എല്ലായിടത്തും അവൈലബിൾ ആണെന്നുള്ളത് എൻഷുർ ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ ബ്രാൻഡിന് ഏത് റീജിയണിലാണോ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾ ലോക്കലായിട്ടോ നാഷണൽ ആയിട്ടോ ഇന്റർനാഷണൽ ലെവലിലോ ആണ് പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റിയും പ്ലേസ്മെന്റും നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ലക്ഷം ആളുകളോ 40 ലക്ഷം ആളുകളോ 40 കോടി ആളുകൾ അറിയുന്ന ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അവർക്ക് എന്ത് റിസൾട്ടാണ് കൊക്കക്കോളക്ക് കിട്ടിയത്? ഇൻക്രീസ്ഡ് മാർക്കറ്റ് പെനിട്രേഷൻ. 100 ടൗണിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ 1000 ടൗണിലേക്കും 1000 ടൗണിൽ നിന്നും 10,000 ടൗണിലേക്കും